ഞങ്ങളെ കാസർഗോഡ് ഭാഗത്തിൽ നിന്ന് നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ മക്ബറ സിയാറത്താക്കൂ ഞങ്ങൾ പോയങ്ങ ഉറൂസുകള്ള ഞങ്ങൾ പോണ്ട വാതു പറയകൂ ಬೆಲೆ ಬೆಲೆ പണ്ഡിതന്മാർ പണ്ടാറ് എല്ലാ വിഭാഗത്താൽമാർ അവിടേക്ക് എത്താറുണ്ട്. നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ ജീവിതകാലം നോക്കിയെങ്കിൽ അല്ലാതെ വഫാത്തായ ആ സമയത്തിൽ ആയ വിവാദത്തെ ആ ചരിത്രം നമ്മൾ പഠിക്കണം. അണ്ട് പല ആൾമാരും നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ എതിർത്ത ആൾമാർ ജീവിതകാലം എന്നെങ്കിൽ സാധാരണ ആൾമാർ ജീവിക്കുന്ന രൂപം തന്നെ ലാഹിരിയായിട്ട് ഞങ്ങൾ പഠിച്ച ഒരു ശരീഅത്ത് ആ രൂപത്തിലെന്തും അങ്ങ് ജീവിച്ചങ്ങല്ല. ആളെ നിസ്കാരം നിങ്ങൾക്ക് കാണലെ പല രൂപത്തിലാണ് അങ്ങ് ജീവിച്ചത്. പല മഹാന്മാർ ഔലിയാക്കളെ ഞങ്ങൾ കിതാബിലെല്ലാം കാണണ്ട. ഹദീസിലടക്കമേ വന്നത് റുബ്ബ അഷ്ഹസിൻ അക്ബറ, പല രൂപത്തിലും ഔലിയാക്കന്മാർ വരുവാറ്. ഞങ്ങൾ ആരെയും കളിയാക്കുകയോ പരിഹസിക്കുകയോ തമാശാക്കുകയോ ഗേലിയാക്കുകയോ എന്നും പോകുതീരാച്ചുള്ളത് പല കോലത്തിൽ അങ്ങ് ബറുവാറ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിൻ്റെ ചരിത്രം എങ്ങനെ റസൂലുള്ള ചൊന്നത്, ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിൻ്റെ മുട്ട ഉമർ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും പോയ സംഭവങ്ങൾ അവിടെ പോയിട്ട് നോക്കുമ്പം ആർക്കും വേണ്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹുവിൻ്റെ മുട്ട ഒരാളും പോവല ആ രൂപത്തിലാണ് അങ്ങ് ജീവിച്ചത്. ആ റൂട്ടിൽ പണ്ടേ മഹാന്മാരുള്ളാറ് അതുപോലെ ജീവിக்கிறങ്ങ. നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ ചരിത്രം അതുപോലെയാണ്. ആൾമാർ ആറും മുട്ട പോവലെ, പക്ഷേ ഗൊന്തുള്ള ആൾമാർക്ക് നല്ലോണം നെല്ലിക്കുന്നുപ്പാപ്പർ അറിയൂ. ഇയാൾ അള്ളാഹുരെ ഔലിയാക്കൽപ്പെട്ട ആളാണ്, നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങൾ മഹാന്മാരിൽപ്പെട്ട ആളാണിട്ട് പല ആൾമാർക്കും ഗൊന്തുള്ളയുള്ളാറ് മൊഹിബീങ്ങളുള്ളാറ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ അണ്ടും എതിർപ്പ്, ഇയാൾ ശരീഅത്ത് പോലെ ഇല്ല, നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങൾ ശരീഅത്ത് പോലെ എന്തും ജീവിക്കുന്ന ആളല്ലാണ്ടല്ല പല രൂപത്തിലും അണ്ട് പ്രചാരാക്കിയാറ്. അത് മാത്രമല്ല വഫാത്തായ സമയത്തിൽ അവിടുത്തെ മൊഹിബീങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ ഉറൂസ് തുടങ്ങിയാറ്. ആ ഉറൂസ് തുടങ്ങുമ്പോൾ കാസർഗോഡ് ഭാഗത്തുള്ള ആലിമീങ്ങ ചൊല്ല ആൾമാർ എതിർത്താറ് മാത്രമല്ല തങ്ങൾക്ക് എതിരായിട്ട് ഫത്വകളെല്ലാം രചിച്ചാറ്. പല പണ്ഡിതന്മാരെ മുട്ട പോയിട്ട് നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ വിഷയമെല്ലാം ചൊന്തു ജീവിച്ചിര ഇങ്ങനെ ഈ രൂപത്തിലല്ല, ഞങ്ങളെ ശരീഅത്ത് എന്തും ഇല്ലാത്ത രൂപത്തിലാണ് ജീവിച്ച ആൾ. അപ്പോൾ ആ ആളെ എങ്ങനെ ഔലിയാക്കൽപ്പെടൂ, അതെന്തും ശരിയല്ലല്ലേ ചൊന്തു പല ആലിമീങ്ങളെ മുട്ട പോയിട്ട് കാസർഗോഡ് ഭാഗത്ത് ഇന്ന പണ്ഡിതന്മാരെല്ലാം ഫത്വ തേടിയാറ്. അതും വില വില ഉസ്താദ്മാരെ മുട്ട ലെറ്റർ എഴുതി കടത്തിയാറില്ല. ഏത് അബ്ദുൽ ബാരി ഉസ്താദിനെ പോലത്തെ, അതുപോലെ ഓക്കെ ഉസ്താദിനെ പോലത്തെ, ഇങ്ങനെ പല ആലിമീങ്ങൾക്കും ലെറ്റർ എഴുതിയിട്ട് ലെറ്ററിൽ ഫത്വ ബന്ത് അത് ശരിയല്ല, അയാൾ അംഗീകരിക്കുക സാധ്യമില്ല. ശരിയ കടത്തിയ ലെറ്റർക്ക് ഒരു മറുപടി ബന്തിട്ട് മാത്രം ആലിമീങ്ങൾ എന്തും എതിർക്കുക സാധ്യമില്ല. കാരണം അങ്ങെന്തും ഇതിനെ പഠിച്ചിട്ട് ഇങ്ങനെ കൊടുത്തങ്ങെന്തും അല്ല. അങ്ങ് ആ വിഷയം നോക്കിയാറ്, വിഷയം കേട്ടാറ്, അതനുസരിച്ചിട്ട് ഫത്വ കൊടുത്താറുണ്ട് മാത്രം. ആ ഫത്വകളെല്ലാം പിടിച്ചിട്ട് അണ്ട് കാസർഗോഡിനെ പണ്ഡിതന്മാർ എന്താക്കിയാറ് ഒരു കിതാബ് രചിച്ചാറ്. നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങൾക്ക് എതിരായിട്ട് ഒരു കിതാബ് തഹ്ദീറുൽ ഇഖ്വാൻ അൻ ഇഗ്വാ ഇശ്ശൈത്താൻ. ആൾമാർ ജാഗ്രതാക്കണു, ഈ ആൾ ശരിയല്ല, അയാൾ ഔലിയാക്കൽപ്പെട്ട ആളെന്നല്ല, അവിടെ സിയാറത്തേക്ക് പോകുക തീരാ, ഉറുസുക്ക് പോകുക തീരാ, ഉറുസ് ആക്കുക തീരാ, ഇങ്ങനെല്ലാം കൂടിയിട്ട് ഒരു കിതാബ് അൻ്റെ താൽമാർ രചിച്ചാറ്. ആ രചിച്ചാൽ പിന്നെ സമസ്തരെ ഒരു സമ്മേളന കാസർഗോഡ് ഭാഗത്ത് നടക്കുന്ന ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ സമസ്തര വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ അണ്ടത്തെ മുഷാവറ ഒരു മീറ്റിങ്ങും നടക്കരുത്. സമ്മേളനം ആകുമ്പോൾ ഒരു മുഷാവറ മീറ്റിങ്ങെല്ലാം നടക്കരുത് സാമാന്യം. അണ്ടത്തെ മുഷാവറിൽ പ്രധാനപ്പെട്ട ചർച്ച ഇതേ, നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ വിഷയത്തിൽ തീരുമാനം പാസ്സാക്കണു, അയാൾ എങ്ങനത്തെ ആൾ, ഇങ്ങനെ എന്തും ഫത്വ ആലിമീങ്ങളെല്ലാം ഫത്വ കാട്ടിയിട്ട് അവിടെ ഒരു ചർച്ച നടന്നിട്ട് നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ വിഷയത്തിൽ വലിയൊരു ചർച്ച. എല്ലാ പണ്ഡിത ആലിമീങ്ങളെ വിഷയത്തിലുള്ള ഫത്വകളെല്ലാം നോക്കിയിട്ട് ഇത് ശരിയല്ല, ഒരിക്കലും അംഗീകരിക്കുക സാധ്യമില്ലാത്ത ഒരാളാണ് നെല്ലിക്കുന്നുപ്പാപ്പ എന്നിട്ട് അവിടെ ചർച്ച. അണ്ട് അതിര വിരുദ്ധ ശബ്ദ എത്തിയ ആളാണ് ബഹുമാനപ്പെട്ടവന്യരായ ഷംസുൽ ഉലമ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. ഷംസുൽ ഉലമ കർശനമായിട്ട് അവിടെ തീരുമാനം പാസ്സാക്കിയിട്ട് നിങ്ങളെ ഫത്വ നോക്കിയിട്ട് എന്തും അവിടെ തീരുമാനം എടുക്കുക സാധ്യമില്ല. നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങൾ അള്ളാഹുരെ മഹാന്മാരിൽപ്പെട്ട ആളാണ്, ഔലിയാക്കളിൽപ്പെട്ട ആളാണ് എന്നിട്ട് അവിടെ നല്ല ഗട്ടി സ്വരത്തിൽ നല്ല ശബ്ദത്തിൽ അതിലെ തീരുമാനം അവിടെ അങ്ങനെ ചൊന്തുവിട്ടു, അത് ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. നമുക്കൊരു ഷംസുൽ ഉലമരെ ഒരു ഇടപെടൽ മഹാന്മാരെ വിഷയത്തിൽ ഔലിയാക്കളെ വിഷയത്തിൽ ഷംസുൽ ഉലമ വേണ്ടിയ ജാഗ്യയിൽ വേണ്ടിയ പോലെ പളക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഔലിയാക്കന്മാരെ കുറവാക്കവൂ, അങ്ങനെ കളിയാക്കവൂ, അങ്ങനെ എതിർക്കൊരു തീരുമാനം പാസ്സാക്കുക എന്നും വിട്ടുകൊണ്ടില്ലാത്ത. അതാണ് ഒരു ആലിമിരെ ദൗത്യം. അതുകല്ലേ ഞങ്ങളെ ഉസ്താദുമാരെ പ്രഭാഷണത്തിലെല്ലാം കേൾക്കരെ
ഹസനി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് ചൊല്ലുന്നതിന് ഷംസുൽ ഉലമയുടെ തെരു, ഷംസുൽ ഉലമയുടെ കാട്ടിയ ഒരു തെരുണ്ടു, അതാണ് മഷായിഖന്മാരെ തെരു. മഷായിഖന്മാരെ വിഷയത്തിൽ അങ്ങളെ പിൻപറ്റണു, അങ്ങളെ പെറോളു ഞങ്ങൾ നടക്കണു ചൊല്ലേക്ക് ഷംസുൽ ഉലമ ഞങ്ങൾക്ക് മാതൃകയായിട്ട്, അതാണ് ഞങ്ങൾ ഉസ്താദുമാരെ ചൊല്ലേ. അപ്പോൾ ഷംസുൽ ഉലമ അവിടെ നെല്ലിക്കുന്നുപ്പാപ്പരെ വിഷയത്തിൽ നല്ലൊരു തീരുമാനം ചെന്നു. അത് അള്ളാഹുവിൻ്റെ മഹാന്മാരിൽപ്പെട്ട ആളാണ്, ഔലിയാക്കളിൽപ്പെട്ട ആളാണിട്ട് തീരുമാനം പാസ്സാക്കിത്ത്. അത് മാത്രമല്ല, അതിൽ പിന്നെ നടക്കുന്ന ഉറൂസ് കാര്യക്രമത്തിൽ മുഖ്യ പ്രഭാഷണം ഷംസുൽ ഉലമ. ആ നെല്ലിക്കുന്നുക്ക് പണ്ട് ഫസ്റ്റത്തെ ഉറൂസിൻ്റെ ആ ടൈമിലോ, ഒന്നാമത്തെ രണ്ടാമത്തെ ഉറൂസിൻ്റെ ടൈമിലോ ഷംസുൽ ഉലമ പണ്ട് പ്രസംഗിക്കര്, നല്ല പ്രസംഗ, ഔലിയാക്കന്മാരെ വിഷയം മാത്രം പ്രസംഗിക്കര്. അവിടെ ഔലിയാക്കന്മാരെ വിഷയം സൂറത്തുൽ കഹ്ഫിലെ ഓരോ ആയത്തെടുത്തിട്ട് മൂസാ നബിയുടെയും ഖിദർ നബിയുടെയും സംഭവ ചൊന്തു ഔലിയാക്കന്മാരെ വിഷയത്തിൽ മാത്രം നെല്ലിക്കുന്നുപ്പാപ്പ തങ്ങളെ ഉറൂസിലെ സ്റ്റേജിൽ ഷംസുൽ ഉലമ പ്രസംഗിച്ചത് ആ വിഷയത്തിൽ ഒരു തീരുമാനം ചൊല്ലു. ഔലിയാക്കന്മാരെ ഞങ്ങളെ കിതാബ് വെച്ചിത്ത, ഞങ്ങൾ പഠിച്ച ഇൽമ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച ഫിഖ്ഹിലെ കിതാബ് ഇതിലെല്ലാം വെച്ചിട്ട് ഔലിയാക്കന്മാരെ അളക്കവും ഒറുക്കലും സാധ്യമില്ല. ആ വിഷയത്തിൽ ആരും മുന്നോട്ട് പോകുതീരാ. ഔലിയാക്കന്മാർക്ക് ഞങ്ങളെ ശരീഅത്തല്ല, അള്ളാഹുയുടെ പ്രത്യേകമായ നിർദ്ദേശനത്തിൽ ജീവിക്കുന്ന ആൾമാരങ്ങ, അങ്ങനെന്തും ഞങ്ങൾ പഠിച്ച ഈ കിതാബിനെ വെച്ചിട്ട് തുലനാക്കുക തീരാ. ഇതെല്ലാം ഷംസുൽ ഉലമ ഞങ്ങൾക്ക് കാട്ടിയവരും തെരുവായി തിക്കറ് മഷായിഖന്മാരെ തെരുവ് ചൊല്ലത് ഞങ്ങൾ അത് മനസ്സിലാക്കണം.